Amster, your best immigration partner. Dream to fly? Step to Amster. Hello all, welcome to DL School of English. അപ്പോൾ ഇന്ന് നമ്മൾ IELTS ജനറൽ ട്രെയിനിങ്ങിനെ റീഡിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ റീഡിങ്ങിൽ ആസ് യു മേ നോ നമുക്ക് 3 ഡിഫറെൻറ്റ് സെക്ഷൻസ് എന്നായിട്ട് 40 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. These 40 questions will be asked from 4 short passages and 1 big passage. For section 1, usually there are 2 different short passages and അതിൽ നിന്നായിട്ട് almost 13 questions ആണ് നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ these passages can be about ഒരു ഹോട്ടലിൻ്റെയോ ഒരു ഷോപ്പിൻ്റെയോ കോളേജിൻ്റെയോ ഒരു സ്പോർട്സ് സെൻറ്ററിൻ്റെയോ ഒക്കെ അഡ്വർടൈസ്മെൻ്റ് ആവാം. ഈ 2 പാസേജസിലും തന്നിട്ടുണ്ടാവാം. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ നിങ്ങളോട് ചോദിക്കുന്നത് ഈസ് അബൌട്ട് എനി കോഴ്സസ് പ്രൊവൈഡഡ് ബൈ കോളേജ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾക്ക് പാസേജ് തന്നിട്ട് അതിനെക്കുറിച്ചും യു വിൽ ബി ആസ്ക്ഡ് 13 to 14 ക്വസ്റ്റ്യൻസ്, 13-14 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. ഇതും രണ്ടാമത്തെ സെക്ഷനിലും യു വിൽ ഹാവ് 2 പാസേജസ് ടു ടേക്ക് യുവർ ആൻസേഴ്സ് ഫ്രം. നിങ്ങൾക്ക് ആൻസേഴ്സ് സെലക്ട് ചെയ്യാൻ 2 പാസേജസ് രണ്ടാമത്തെ സെക്ഷനിലും ഉണ്ടാവും. ഇനി തേർഡ് സെക്ഷൻ ഈസ് എ ബിഗ് പാസേജ്. ഒരു വലിയ പാസേജ് ആണ്. ഒറ്റ പാസേജ് ഉണ്ടാവുള്ളൂ, ബട്ട് 1 big one. ഒരു ഒറ്റ വലിയ പാസേജ്, അതിൽ നിന്നും ഒരു 13 to 14 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. യൂഷ്വലി ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആർ ക്വൈറ്റ് ഡിഫിക്കൽട്ട് കമ്പയർഡ് ടു അതർ പാർട്സ്. ബാക്കിയുള്ള സെക്ഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ പാർട്ട് 3 കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടാണ് വരാറ്. അപ്പോൾ അങ്ങനെ 40 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ റീഡിംഗ് ഉണ്ടാവുക. ഈ 40 ക്വസ്റ്റ്യനും ക്യാരീസ് 1 മാർക്ക് ഈച്ച്. ഒരു മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും. അങ്ങനെ 14 ഔട്ട് ഓഫ് 40. ഓക്കെ, ഇനി ഈ 40 ക്വസ്റ്റ്യൻസും ക്യാൻ ബി എനിത്തിങ്. എന്ത് ടൈപ്പ് ക്വസ്റ്റ്യനും ആവാം. ഇറ്റ് കുഡ് ബി ഡയഗ്രാം ഫില്ലിംഗ് ആവാം. ഇറ്റ് കുഡ് ബി ഐഡന്റിഫൈങ് ദി ഓണേഴ്സ് വ്യൂ പോയിന്റ്സ് ഓർ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഐഡന്റിഫൈങ് ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻസ് ആവാം, അല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. Or it can be matching questions like matching features, matching headings, matching information, matching sentence. ഇങ്ങനെയുള്ള questions ആവാം. Or it could be multiple choices questions, or it could also be sentence completion questions ആവാം, അല്ലെങ്കിൽ summary questions ആവാം, short answer questions ആവാം. ഇങ്ങനെ almost 10 different kinds of questions are there in IELTS reading. ഈ 10 നിങ്ങളോട് ഒരു എക്സാമിൽ തന്നെ ചോദിച്ചോളന്നില്ല. ഇഫ് ദർ ഈസ് സമ്മറി കംപ്ലീഷൻ then you won't be having any sentence completion. Both are the same somehow. ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി you will be asked 40 questions. 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കാൻ. അതിൽ നിങ്ങൾ ഏകദേശം 30 or 31 ആൻസേഴ്സ് നിങ്ങൾ റൈറ്റ് ആയാൽ അല്ലെങ്കിൽ കറക്റ്റ് ആയാൽ you will be scoring a 6. ഇനി 32 അല്ലെങ്കിൽ 33 ക്വസ്റ്റ്യൻസ് ആണ് കറക്റ്റ് ആണെങ്കിൽ you will be scoring 6.5. ഇനി 34 and 35 is 7, 36 is 7.5, and 37 and 38 is 8, and 39 is 8.5. 40 നേടിയാൽ you will get a 9. അപ്പോൾ ഇങ്ങനെയാണ് റീഡിങ്ങിലെ സ്കോറിംഗ് വരുന്നത്. ഓക്കെ, സോ if you are trying for a PR ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ you should at least score 34 or 35 to secure a 7 band. പിന്നെ നമ്മളിപ്പോൾ റീഡിങ് ചെയ്യുന്ന ടൈമിൽ you should not expect to understand everything. എല്ലാം മനസ്സിലാക്കാം എന്നുള്ള ഒരു വിചാരത്തോടു കൂടി റീഡിങ് ചെയ്തിട്ട് കാര്യമില്ല. There are some words which won't be that easily graspable. അങ്ങനെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് വേർഡ്സ് റീഡിങ് പാസേജസിൽ ഉണ്ടാവാം. But they may be of less significance. അവർക്ക് അത്ര വലിയ പ്രാധാന്യം ഇല്ലാത്ത ഒരു ടൈപ്പ് വേർഡ്സ് ആവാം. ഇനി രണ്ടാമത് ആയിട്ട് tip that I can give you is you have to read the instruction very carefully. അവർ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് നല്ല കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്യുക. അതായത് if they have look how many words can you write, നിങ്ങൾക്ക് എത്ര വേർഡ്സ് എഴുതാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക. അതായത് in some questions they
might have instructed you to write only one word. ഒരു വേർഡ് ആയിരിക്കും എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവുക. ചില ക്വസ്റ്റ്യൻസിൽ 2 വേർഡ് ആയിരിക്കും എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവുക. ചില ക്വസ്റ്റ്യൻസിൽ 3 വേർഡ്, നോ മോർ ദാൻ ടു വേർഡ്സ് അല്ലെങ്കിൽ നോ മോർ ദാൻ 3 വേർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരിക. അപ്പോൾ ഈ നോ മോർ ദാൻ 1 വേർഡ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ടൈപ്പിൽ നിങ്ങൾ പോയിട്ട് 2 വേർഡ്സ് എഴുതി വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സപ്പോസ് ദി ആൻസർ ഈസ് പാർക്ക് ആൻഡ് യു ഹാവ് റിട്ടൺ ദി പാർക്ക്, ദാറ്റ്സ് 2 വേർഡ്സ്. അത് 2 വേർഡ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഈവൻ ഇഫ് യുവർ ആൻസർ ഈസ് റൈറ്റ് യു വിൽ ബി മാർക്ക് റോങ്. നിങ്ങൾ ആൻസർ അവർ തെറ്റായിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, സോ ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഇനി മൂന്നാമത് നിങ്ങൾ കെയർഫുൾ ആയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ ആൻസർ ഷീറ്റിലേക്ക് മാറ്റുമ്പോൾ സ്പെല്ലിംഗ് എറേഴ്സോ അല്ലെങ്കിൽ പല സ്റ്റുഡൻസും ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഈ ട്രൂ ഓർ ഫോൾസിന്റെ ക്വസ്റ്റ്യൻ ടൈപ്പിൽ പോയിട്ട് യെസ് ഓർ നോ എഴുതി വെക്കും. യെസ് ഓർ നോ നോട്ട് ഗിവൻ ടൈപ്പ് ക്വസ്റ്റ്യനിൽ പോയിട്ട് ട്രൂ ഓർ ഫോൾസ് എഴുതി വെക്കും. സോ യു ഷുഡ് ഓൾവേസ് ബി കെയർഫുൾ അബൌട്ട് ദീസ് തിങ്സ്. ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം വളരെ കെയർഫുൾ ആയിരിക്കണം. ഇനി നാലാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യു ഷുഡ് നോട്ട് ലീവ് എനി ബ്ലാങ്ക് ആയിട്ട് ഒരു ക്വസ്റ്റ്യനും വിടരുത്. എല്ലാം അറ്റൻഡ് ചെയ്യുക. ഇഫ് യു ഡോണ്ട് നോ ദി ആൻസർ ജസ്റ്റ് മേക്ക് എ ഗസ്. ഒരു ഗസ് അടിച്ചിട്ടെങ്കിലും നിങ്ങൾ എഴുതുക. ഇനി അഞ്ചാമതായിട്ട് യു ഷുഡ് നോട്ട് പാനിക്. ഒരിക്കലും പാനിക് ആവരുത്. ഇഫ് യു ഫൈൻഡ് സംതിങ് വെരി ഡിഫിക്കൽട്ട് ടു ഗോ ഫോർ ദി നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് പോവുക. നെവർ പാനിക്. ഒരിക്കലും പാനിക് ആവരുത്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ലിസണിംഗ് ടെസ്റ്റ്. ലിസണിംഗ് ടെസ്റ്റിനെ കുറിച്ച് സംസാരിക്കാം. IELTSന്റെ അക്കാഡമിക് ആയാലും ജനറൽ ആയാലും ലിസണിംഗ് ടെസ്റ്റ് വിൽ ഓൾവേസ് ബി ദ സെയിം. ലിസണിംഗ് ടെസ്റ്റ് എപ്പോഴും സെയിം ആയിരിക്കും, സിമിലർ ആയിരിക്കും. ഓക്കെ, ഇനി ലിസണിംഗ് ടെസ്റ്റിലും ജസ്റ്റ് ലൈക്ക് റീഡിംഗ് ടെസ്റ്റ് there will be 40 questions for you to answer. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ 40 questions ഉണ്ടാവും. And you, instead of a booklet or instead of a passage, you will be given an audio. 30 മിനിറ്റിന്റെ ഒരു ഓഡിയോ ആയിരിക്കും നിങ്ങൾക്ക് തരാം. ഈ 30 മിനിറ്റിന്റെ ഓഡിയോയിൽ നിന്നാണ് നിങ്ങൾ ഈ 40 ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ കണ്ടെത്തേണ്ടത്. ഇനി ആഫ്റ്റർ ദി 30 മിനിറ്റ്സ്, ഈ 30 മിനിറ്റ്സിന് ശേഷം യു വിൽ ബി ഗിവൺ 10 മിനിറ്റ്സ് ടു ട്രാൻസ്ഫർ യുവർ ആൻസേഴ്സ് ഇൻ ടു ദ ആൻസർ ഷീറ്റ്. ആൻസർ ഷീറ്റിലേക്ക് മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് തരും. സോ ദാറ്റ് കംസ് ടു 40 മിനിറ്റ്സ്. അങ്ങനെ ലിസണിംഗ് ടെസ്റ്റ് വിൽ ബി 40 മിനിറ്റ്സ്. നിങ്ങളുടെ ലിസണിംഗ് ടെസ്റ്റ് 40 മിനിറ്റ് ആവും ഉണ്ടാവുക. ഇനി ലിസണിംഗ് ടെസ്റ്റിൽ 4 സെക്ഷൻസിൽ 10 ക്വസ്റ്റ്യൻസിന്റെ 4 സെക്ഷൻസിലായിട്ടാണ് 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇനി സെക്ഷൻ 1 യു വിൽ ബി ഗിവൺ എ ഡയലോഗ് ബിറ്റ്വീൻ 2 പീപ്പിൾ. 2 ആൾക്കാർ തമ്മിലുള്ള ഒരു ഡയലോഗ് ആയിരിക്കും സെക്ഷൻ 1 ഉണ്ടാവുക. ദിസ് ഈസ് യൂഷ്വലി അബൌട്ട് ആൻ അപ്പോയിൻമെന്റ് ഇൻ സം ക്ലബ്സ് അല്ലെങ്കിൽ ഒരു ഫോം ഫില്ലിംഗ്, ഇങ്ങനെയുള്ള ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആവും ഉണ്ടാവുക. ആൻഡ് 10 ക്വസ്റ്റ്യൻസും ഈ ഒരു ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇൻ ലിസണിംഗ് സെക്ഷൻ 2 you will hear someone talking about a non-academic topic. ഒരു നോൺ അക്കാഡമിക് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചാവും രണ്ടാമത്തെ സെക്ഷനിൽ ഒരാൾ സംസാരിക്കുക. ആൻഡ് ആസ് ഇറ്റ് ഈസ് 1 person, it's a monologue of course. അപ്പോൾ രണ്ടാമത്തെ സെക്ഷനിൽ you will be given a monologue and he will be talking about some buildings. ഒരു ബിൽഡിങ്ങിന്റെ ഒരു മാപ്പ് തന്നിട്ട് അത് ഇൻസ്ട്രക്ട് ചെയ്യണം, എങ്ങനെ അവിടെ എത്താം, എങ്ങനെ ഇന്ന സ്ഥലത്ത് എത്താം എന്നുള്ള രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നതാവും രണ്ടാമത്തെ സെക്ഷനിൽ ഉണ്ടാവുക മെയിൻ ആയിട്ടും. ഇനി മൂന്നാമത്തെ സെക്ഷനിലേക്ക് കടക്കുമ്പോൾ we again get a conversation. നമുക്കൊരു കോൺവെർസേഷൻ ആണ് വരിക between 2 or more people. യൂഷ്വലി 3 ആൾക്കാരാണ് ഉണ്ടാവാറ്. ഒരു സ്റ്റുഡൻറ്, 2 സ്റ്റുഡൻസും ഒരു പ്രൊഫസറും തമ്മിലുള്ള ഒരു ടോക്കാണ് കാര്യമായിട്ടും ഇവിടെ വരിക. they will be discussing about any projects. ചിലപ്പോൾ ഒരു പ്രോജക്റ്റിനെ കുറിച്ചാവും അവർ ഡിസ്കസ് ചെയ്യണം, ഒരു അസൈൻമെന്റിനെ കുറിച്ചാവും ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ഇനി സെക്ഷൻ 4 ഈസ് നോർമലി an academic lecture by 1 person. ഒരാൾ മാത്രമേ സംസാരിക്കുള്ളൂ. and a monologue again. So ഈ മോണലോഗിൽ you will be given, he will be talking about any historical important thing. എന്തെങ്കിലും ഒരു ഹിസ്റ്ററിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാവും മിക്കവാറും ഇയാൾ സംസാരിക്കാം. ലിസണിംഗ് ടെസ്റ്റിലെ ഓരോ സെക്ഷന്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ യു വിൽ ഗെറ്റ് 30 to 40 seconds to read
ദി ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ ഇതുവരെ ചെയ്ത ആൻസേഴ്സ് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾക്ക് 30 seconds കിട്ടും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം യു ഗെറ്റ് 30 to 40 seconds ടു റീഡ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻസ് വായിക്കാനായിട്ട് നിങ്ങൾക്ക് 30 seconds കിട്ടും. സോ യു ഹാവ് ഇൻ ടോട്ടൽ 1 minute and 20 seconds in between each sections. Ini we'll talk about the grading, scoring, banding എങ്ങനെയാണ് വരുന്നത് സംസാരിക്കാം നമുക്ക്. Unlike in reading, listening നിങ്ങൾക്ക് if you want to score a 9, you just have to score 39. So 39 score ചെയ്താലും you can score a 9 band. Ini if you want to score an 8.5, you just have to write 37 correct answers, 38 or 37 correct answers. If you have written 36 or 35 or 36 correct answers, you will get an 8 band. So it's much easier for you to score big in your listening. So അതുപോലെ തന്നെ if you want to score a 7 band, you just have to write 30 correct answers. Okay. Before we talk about the next module, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലിസണിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യമാണ് യുവർ സ്പെല്ലിംഗ്. ബി ഓൾവേസ് കെയർഫുൾ അബൌട്ട് യുവർ സ്പെല്ലിംഗ്. നിങ്ങൾ സ്പെല്ല് ചെയ്യുന്നത് കറക്റ്റ് ആണോ ഉറപ്പ് വരുത്തുക എപ്പോഴും. ഓക്കെ. ആൻഡ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു after each section you will get some time to look at the answers again. അല്ലെങ്കിൽ ചെക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാനുള്ള ആ ഒരു ടൈം കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ആ ടൈം യൂസ് ഇറ്റ് ടു റീഡ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ ആൻസേഴ്സ് വായിക്കാനല്ലാതെ അടുത്ത വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് വായിക്കാൻ ആ ഒരു ടൈം നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പോൾ IELTS കാര്യമായിട്ടും എല്ലാവർക്കും ഒരു ഡിഫിക്കൽട്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ the accents they use. They use accents. In a monologue, obviously they use only one accent. The British are not sometimes you will be using British accent. In Australian accent are used here. So it's okay for us. We just have to listen to one accent. But in a dialogue or a conversation, different accents so sometimes it gets difficult for us to catch words. Words പഠിക്കാൻ ശരിക്കും കുറച്ച് ഡിഫിക്കൽട്ടി വരും അങ്ങനെയുള്ള സെക്ഷൻസിൽ. അപ്പോൾ അവിടെ one thing you can do is to get familiarized with all these accents. ഈ ഡിഫറെന്റ് ആക്സൻസിനോടെല്ലാം നിങ്ങൾ നല്ലോണം ഫെമിലറൈസ് ആവുക. അതായത് വാച്ച് മൂവീസ്, ന്യൂസ് ചാനൽസ് ഇതെല്ലാം കണ്ടിട്ട് നല്ലോണം ഫെമിലറൈസ് ആവുക. ഓക്കെ. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് the mistakes we make with capital letters യൂസ് ചെയ്യരുത് എന്നുള്ള കൺഫ്യൂഷനിൽ നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ യു ഡോണ്ട് ഹാവ് ടു ബി കൺഫ്യൂസ്ഡ്. ഇതിനെക്കുറിച്ച് യാതൊരുവിധ കൺഫ്യൂഷനും വേണ്ട. യു ക്യാൻ റൈറ്റ് all your answers in block letters. എല്ലാ ആൻസേഴ്സും ക്യാപിറ്റൽസ് മാത്രം യൂസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ യു വിൽ നോട്ട് ബി സബ്ജക്റ്റഡ് ടു സച്ച് എ കൺഫ്യൂഷൻ. നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി you should always use pencils while writing. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പേന വെച്ചിട്ട് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയാൽ നമ്മളത് പറഞ്ഞിടാൻ നമുക്കൊരു ഓപ്ഷനുണ്ട്. ബട്ട് ഇഫ് യു ആർ യൂസിങ് പെൻസിൽസ്, നിങ്ങൾ പെൻസിൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ എറേസ് ഇറ്റ്. നിങ്ങൾക്ക് അതിനെ എറേസ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. സോ യൂസ് പെൻസിൽസ് ഇൻസ്റ്റെഡ് ഓഫ് പെൻസ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ അപ്രോക്സിമേറ്റ്ലി എന്നുള്ള ഒരു വേർഡാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ അതിനെ അപ്രോക്സ് എന്ന് മാത്രം വെച്ച് ശീലിച്ചവരായിട്ട്, എസ്പെഷ്യലി ഇൻ ദീസ് ടൈംസ് ഓഫ് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അങ്ങനത്താണ് യൂസ് ചെയ്യുക. അങ്ങനത്തെ ഷോർട്ട് ആൻഡ് വേർഡ്സ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ വേർഡ്സ് യു കനോട്ട് റൈറ്റ് ഇൻ IELTS ഏത് പാർട്ടായാലും ഏത് മൊഡ്യൂളായാലും, ഇപ്പോൾ റീഡിംഗ് ആയാലും ലിസണിങ് ആയാലും റൈറ്റിംഗ് ആയാലും യു കനോട്ട് യൂസ് ദോസ് വേർഡ്സ്. അങ്ങനത്തെ വേർഡ്സ് അല്ല നിങ്ങൾ എഴുതുന്നത്. ഓക്കെ. കംപ്ലീറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് എഴുതുന്നത്. ദർ ഈസ് നോ അബ്രിവിയേഷൻസ് ഓർ ഷോർട്ടനിങ്. ഇനി നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ബിഫോർ ഈച്ച് ക്വസ്റ്റ്യൻ
ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ നിന്നും they will give you clear cut instructions, clear ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് തരും. അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിച്ചാൽ തന്നെ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ യു വിൽ ബി ആസ്ക്ഡ് ടു റൈറ്റ് ലെറ്റേഴ്സ് എഴുതാനാവും പറയാം, ABC എന്നുള്ള ലെറ്റേഴ്സ്. അപ്പോൾ അവിടെ നിങ്ങൾ ലെറ്റേഴ്സ് ആണ് എഴുതുന്നത്. ഇനിയിപ്പോൾ ചില ക്വസ്റ്റ്യൻസ് മൈറ്റ് ആസ്ക് യു ടു റൈറ്റ് ഓൺലി വൺ വേർഡ്, ഒരു വേർഡ് മാത്രം എഴുതാൻ പറയും ചില ക്വസ്റ്റ്യൻസ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ വൺ വേർഡ് മാത്രമായിരിക്കും നിങ്ങളുടെ ആൻസറിൽ ഉണ്ടാവേണ്ടത്. ഇനി there are questions which ask you to write two words, അല്ലെങ്കിൽ no more than two words എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ two words കൂടുതൽ നിങ്ങൾ ആൻസർ വരികയാണെങ്കിൽ that means your answer is wrong, നിങ്ങളുടെ ആൻസർ wrong ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ ഫൈൻ. സോ യു ഷുഡ് ഓൾവേസ് ബി കെയർഫുൾ അബൌട്ട് ദീസ് തിങ്സ്. ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം കെയർഫുൾ ആയിരിക്കുക. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ടു നോട്ട് ലീവ് ബ്ലാങ്ക് ആയിട്ട് വിടരുത്. മേക്ക് എ ഗസ്, ഒരു ഗസ് അടിക്കുക, എഴുതുക. If it is right, it's right. If it's wrong, wrong. അപ്പോൾ ഇനി നമുക്ക് IELTS റൈറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ ജനറൽ റൈറ്റിങ്ങിൽ ജസ്റ്റ് ലൈക്ക് IELTS അക്കാഡമിക് റൈറ്റിംഗ് യു ഹാവ് ടു ടാസ്ക്, രണ്ട് ടാസ്ക് ഉണ്ടാവും. ഇതിലൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇൻ ടാസ്ക് 1 ജനറലിൽ നിങ്ങളോട് ആവശ്യപ്പെടുക ഈസ് ടു റൈറ്റ് എ ലെറ്റർ, ഒരു ലെറ്റർ അല്ലെങ്കിൽ ഇമെയിൽ, ബോത്ത് ആർ ദ സെയിം, എല്ലാത്തിൻ്റെ സ്ട്രക്ചറും സെയിം ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ടോപ്പിക് എന്നിട്ട് അതിനെക്കുറിച്ച് നിങ്ങളോട് ഒരു ലെറ്റർ എഴുതാനാണ് അവർ സാധാരണ ചോദിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഈ ലെറ്റർ എഴുതാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഹെൽപ്പും അവർ തന്നെ ചെയ്തു. അതായത് വാട്ട് ഷുഡ് ബി ദെയർ ഇൻ ദിസ് ലെറ്റർ, ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് 3 പോയിന്റ്സ് നിങ്ങൾക്ക് തരും. അപ്പോൾ ഈ 3 പോയിന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ലെറ്ററിനെ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ they will give you a description, ഒരു ഡിസ്ക്രിപ്ഷൻ തരും which says about what you have to write, എന്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എഴുതേണ്ടത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ തരും ആൻഡ് ബുള്ളറ്റ് പോയിന്റ്സ് തരും, എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് എഴുതേണ്ടത്, ഓർ ഹൗ കെൻ യു ഡെവലപ്പ് യുവർ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റ് പോയിന്റ്സ് തരും. ആൻഡ് മൂന്നാമതായിട്ട് they give you some instructions, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരും. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് ഓൾമോസ്റ്റ് എല്ലാ ടാസ്ക് 1 ക്വസ്റ്റ്യൻസിനും സെയിം ആയിരിക്കും. These instructions are usually you can use up to 20 minutes, 20 മിനിറ്റ് യൂസ് ചെയ്യാനുള്ള അവർ ഇൻസ്ട്രക്ഷൻ ആയിട്ട് തരും. ആൻഡ് they will ask you to write at least 150 words, 150 words minimum എഴുതണമെന്നുണ്ട്. So to be in a safe space, I always advise my students to write 150 to 180 words, 180 words എഴുതാന്നുള്ള പറയും. പിന്നെ അവർ തരുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് യു ഡു നോട്ട് ഹാവ് ടു റൈറ്റ് എനി അഡ്രസ്. നിങ്ങളുടെ ലെറ്ററിൽ യു ആർ നോട്ട് സപ്പോസ് ടു റൈറ്റ് എനി അഡ്രസ്. യു ക്യാൻ റൈറ്റ് ബട്ട് യു ഡോണ്ട് ഹാവ് ടു, നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇനി അവസാനമായിട്ട് അവർ തരുന്ന വേറൊരു ഇൻസ്ട്രക്ഷനാണ് യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ഡിയർ, പിന്നെ ഡിയർ സർ അല്ലെങ്കിൽ മാം എന്നൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ലെറ്റർ തുടങ്ങുന്നത്. ഓക്കെ, സോ ദാറ്റ് ഡിപ്പെൻഡ്സ്, അത് ശരിക്കും ഡിപ്പെൻഡ്സ് ടു ഹൂം വി ആർ റൈറ്റിംഗ്, നമ്മൾ ആർക്കാണ് എഴുതുന്നത് എന്നുള്ളതാണ് നിങ്ങളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു ലെറ്ററിന്റെ തുടക്കത്തിൽ നിങ്ങൾ എഴുതുന്ന അഡ്രസ്സിംഗ് സെന്റൻസ്. അപ്പോൾ ടാസ്ക് 1 മെയിനായിട്ട് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഫോമൽ ലെറ്റർ, 2 ഇൻഫോമൽ ലെറ്റർ. ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദർ ഈസ് അനദർ വൺ സെമി ഫോമൽ ലെറ്റേഴ്സ്, അതായത് മിക്സ്ചർ ഓഫ് ബോത്ത് ദീസ് ലെറ്റേഴ്സ്. ഈ 2 ലെറ്റേഴ്സിൻ്റെയും ഒരു മിക്സ്ചർ ആയിട്ടുള്ള ലെറ്റർ. ഇപ്പോൾ ഫോമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ലെറ്റർ വിച്ച് വി റൈറ്റ് ടു അവർ സുപ്പീരിയർ, നമ്മുടെ നേരെ സുപ്പീരിയർക്ക് എഴുതുന്ന ലെറ്ററാണ് ഒരു ഫോമൽ ലെറ്റർ. ഇനി ഇൻഫോമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ലെറ്റർ വിച്ച് വി റൈറ്റ് ടു എ ഫ്രണ്ട്, ഒരു ഫാമിലി മെമ്പർ, ഒരു നെയ്ബർ, ഇവർക്കൊക്കെ എഴുതുന്ന ലെറ്ററാണ് ഒരു ഇൻഫോമൽ ലെറ്റർ എന്ന് പറയുന്നത്. ഇനി സെമി ഫോമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ there are some letters which we cannot in which we cannot be completely formal. നമുക്ക് കംപ്ലീറ്റ്ലി ഫോമൽ ആവാൻ പറ്റാത്ത അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇൻഫോമൽ ആവാൻ പറ്റാത്ത കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, a letter you are writing to another manager, അല്ലെങ്കിൽ a manager who is not your superior, നിങ്ങളുടെ superior അല്ലാത്ത ഒരു മാനേജർക്ക് എഴുതണം. ഇപ്പോൾ മാനേജർ ഓഫ് സം അതർ കമ്പനീസ്, വേറെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ മാനേജർക്കൊക്കെ നിങ്ങൾ എഴുതുന്ന ലെറ്റേഴ്സ് you can write in semi-formal format. Semi-formal formatൽ എഴുതാം. ഇനി if you are writing to a neighbor who is elder to you, നിങ്ങളെക്കാൾ
കുറച്ച് മുതിർന്ന ഒരു നെയ്ബർക്കാണ് നിങ്ങൾ എഴുതണമെങ്കിൽ then also you can use semi-formal format. അപ്പോഴും നിങ്ങൾക്ക് semi-formal format യൂസ് ചെയ്യാം. But you have a choice. You can either use formal or semi-formal, അല്ലെങ്കിൽ informal or semi-formal. You have a choice. Okay. Fine. Now we'll talk about task 2. Task 2 usually they ask you questions regarding technology or fashion or housing or could be about shopping, could be about advertising. ഇങ്ങനെയുള്ള ടോപ്പിക്സിനെ കുറിച്ചൊക്കെയാണ് സാധാരണ ടാസ്ക് 2 ക്വസ്റ്റ്യൻസ് വരാറ്. ടാസ്ക് 2 ഇനി there are 5 different kinds of essays which can be asked about these topics. ഈ പറഞ്ഞ ടോപ്പിക്സും അതുപോലെ തന്നെയുള്ള ബാക്കി ടോപ്പിക്സിനെ കുറിച്ചെല്ലാം 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസ്സേസ് ആണ് സാധാരണ ചോദിക്കാറ്. അതിൽ ഒരു ടൈപ്പാണ് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എസ്സേ. പിന്നെ രണ്ടാമതൊരു ടൈപ്പാണ് ഡിസ്കഷൻ ടൈപ്പ് എസ്സേ. ഈ ഡിസ്കഷൻ ടൈപ്പ് എസ്സേയിൽ തന്നെ യു മൈറ്റ് ഹാവ് ടു റൈറ്റ് ഡു യു അഗ്രി ഓർ ടു വാട്ട് എക്സ്റ്റെന്റ് ഡു യു അഗ്രി. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇനി there is another kind of essay called cause and effect essay. പിന്നെ അതുപോലെ തന്നെ we have a problem solution essay, and then we have combination of multiple question essay. Okay, fine. So we'll discuss about these different essays in detail later. അപ്പോൾ ഇനി one thing you might be in doubt is, okay, ഇപ്പോൾ ലിസണിങ് ആയാലും റീഡിങ് ആയാലും നമുക്ക് ഇങ്ങനെ ഇത്ര സ്കോർ കിട്ടിയാൽ ഇത്ര ബാൻഡ് എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ബട്ട് ഹൗ അബൌട്ട് റൈറ്റിങ്ങിന് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? റൈറ്റിങ്ങിന്റെ സ്കോർ എങ്ങനെ നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ റൈറ്റിങ്ങിൽ 4 ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് ഒരു സ്കോർ കണ്ടെത്തുക. നിങ്ങളെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുക. ഇപ്പോൾ രണ്ടും ഇൻഡിവിജ്വലി ഇവാലുവേറ്റ് ചെയ്തിട്ട് പിന്നെ അതിന്റെ ഒരു ആവറേജ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഓവറോൾ റൈറ്റിംഗിന്റെ സ്കോർ തരുന്നത്. ഫോർ എക്സാമ്പിൾ ടാസ്ക് അച്ചീവ്മെന്റ് എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്. അതുപോലെ തന്നെ വി ഹാവ് ഗ്രാമാറ്റിക്കൽ റേഞ്ച് ഇൻ അക്യുറസി എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആൻഡ് there is a third one called cohesion and coherence, and there is a fourth one called lexical resources. ഇപ്പോൾ ഇതിൽ ടാസ്ക് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഹൗ മച്ച് ഹാവ് യു ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഈ ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾ എത്രത്തോളം ആൻസർ ചെയ്യുന്നുണ്ട്, ആൻഡ് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ എത്രത്തോളം കൃത്യമായിട്ട് പാലിച്ചു. ഈ 2 കാര്യങ്ങളാണ് നോക്കുക. പിന്നെ ഇൻ ഗ്രാമാറ്റിക്കൽ റേഞ്ച് ഇൻ അക്യുറസി they will obviously check for your grammatical accuracy. നിങ്ങളുടെ grammatical accuracy and how many different grammatical structures have you correctly used. ഇതെല്ലാമാണ് grammatical range in accuracy നോക്കുക. ഇനി തേർഡ് cohesiveness and coherence അല്ലെങ്കിൽ cohesion and coherence. ഇവിടെ നോക്കുക how many connectives have you used and have you made any contradictory ideas. കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടാക്കിയിട്ടുണ്ടോ, അതുപോലെ കണക്റ്റീവ്സ് എത്ര നമുക്ക് അക്യുറേറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടു. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തെ ക്രൈറ്റീരിയ നോക്കുക. ഇനി വി ഹാവ് ദ ഫോർത്ത് വൺ ലെക്സിക്കൽ റിസോഴ്സസ്. അതിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ വൊക്കാബുലറി പ്ലസ് സ്പെല്ലിംഗ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇഫ് യു ആസ്ക് മീ ഹൗ ക്യാൻ ഐ ഇംപ്രൂവ് മൈ സ്കോർ, ഒരു ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ട്രൈ ടു ഇംപ്രൂവ് ദീസ് 4 തിങ്സ്. ഈ 4 കാര്യങ്ങൾ ഇംപ്രൂവ് ആക്കാൻ നോക്കുക. നിങ്ങളുടെ ടാസ്ക് അച്ചീവ്മെന്റ് കൂട്ടാൻ നോക്കുക, നിങ്ങളുടെ ഗ്രാമാറ്റിക്കൽ ആക്യുറസി കൂട്ടാൻ നോക്കുക, നിങ്ങളുടെ കോഹസീവ്നെസ് കൂട്ടാൻ നോക്കുക, നിങ്ങളുടെ കോഹഷൻ കൂട്ടാൻ നോക്കുക, നിങ്ങളുടെ ലെക്സിക്കൽ റിസോഴ്സസ് അല്ലെങ്കിൽ വൊക്കാബുലറി കൂട്ടാൻ നോക്കുക. അപ്പൊ ഇതൊക്കെയാണ് റൈറ്റിംഗ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി റൈറ്റിംഗ് ടാസ്ക് 1 if you get 7, നിങ്ങൾക്ക് ഒരു 7 ബാൻഡ് കിട്ടി നോക്കുക. ഇനിയിപ്പോൾ റൈറ്റിംഗ് ടാസ്ക് 2 നിങ്ങൾക്ക് 8 ബാൻഡ് കിട്ടി നോക്കുക. യുവർ ഓവറോൾ സ്കോർ വിൽ ബി 7 പ്ലസ് in bracket 8 into 2 by 3. അതായത് 7 plus 16 by 3. That is 23 by 3. So you will be getting a 7.5. നിങ്ങൾക്ക് 7.5 ആയിട്ട് നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് സ്കോർ ആയിട്ട് വരാം. ഓക്കെ,
പിന്നെ റൈറ്റിംഗ് മൊഡ്യൂൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിൽ ബി ഗിവൺ 1 hour ഇൻ ടോട്ടൽ. 1 മണിക്കൂറാണ് നമുക്ക് ടോട്ടൽ തരിക. അതിൽ തന്നെ യു ഹാവ് ടു റൈറ്റ് 2 ടാസ്ക്, 2 ടാസ്ക് ചെയ്യണം. അപ്പോൾ ഒരു ഐഡിയൽ ടൈമിംഗ് എങ്ങനെ നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ടാസ്ക് 1 യു വിൽ ബി ഗിവൺ ഓൾ ദ ഇൻസ്ട്രക്ഷൻസ്. നിങ്ങൾക്ക് ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തിട്ട് കഴിഞ്ഞാൽ മതി. ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ഉണ്ട്. But in task 2, you will only be given a question. ഒരു ക്വസ്റ്റ്യൻ മാത്രമായിട്ട് നിങ്ങൾക്ക് തരാം. And you are required to produce the answers yourself. നിങ്ങൾ സ്വയം ആൻസർ ഉണ്ടാക്കി എഴുതണം. So, and this task 2 essay is of 250 words. 250 words എങ്കിലും minimum ആണ് task 2 essay. For safety, go up to 280. You can go up to 500, 600. Doesn't matter. But നമ്മൾ കൂടുതൽ എഴുതുന്നതോറും നമുക്ക് ടൈം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മിസ്റ്റേക്സ് കൂടി വരും ചെയ്യും. അറിയാതെയും നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്സ് ഒരുപാട് കൂടും. സോ ട്രൈ ടു കൺഫൈൻ യുവർ എസ്സേ ഇൻടു 280 വേർഡ്സ്. 280 വേർഡ്സിൽ എഴുതി ശീലിക്കുക. ഓക്കെ. ഇനി ആസ് ഐ സെഡ്, ഈ ടാസ്ക് 1 ടാസ്ക് 2 കൂടിയിട്ട് 1 hour കിട്ടുമ്പോൾ നിങ്ങളുടെ ടൈമിംഗ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ഒരു 15 to 20 മിനിറ്റ്സിനുള്ളിൽ you should finish your task 1. ആദ്യം ടാസ്ക് 1 ചെയ്യുന്നവരാണെങ്കിൽ 15 to 20 മിനിറ്റ്സിൽ നിങ്ങൾ ടാസ്ക് 1 കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ടൈം ഗിവ് ഇറ്റ് ടു ടാസ്ക് 2 കൊടുക്കുക. ടാസ്ക് 2 എന്നാണെങ്കിലും ട്രൈ ആൻഡ് ഫിനിഷ് ഇറ്റ് ബൈ 37 മിനിറ്റ്സ്. 37 മിനിറ്റുകളൊക്കെ തീർക്കാൻ നോക്കുക. എന്നിട്ട് യൂസ് ദി റിമൈനിങ് ടൈം ടു ചെക്ക്. എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് റീഡ് ചെയ്തിട്ട് make sure you have not made any mistake. നിങ്ങളൊരു മിസ്റ്റേക്ക് വരുത്തിയില്ലാന്ന് ഒന്ന് എൻഷുർ ചെയ്തിട്ട് വേണം നിങ്ങളുടെ എക്സാം ഫിനിഷ് ചെയ്യാൻ. ഓക്കെ, ഫൈൻ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സ്പീക്കിംഗ്. സ്പീക്കിങ്ങിൽ മെയിൻ ആയിട്ട് 3 പാർട്ടാണ് ഉണ്ടാവുക. ഈ 3 പാർട്ടും ബിഫോർ ദി ഫസ്റ്റ് പാർട്ടിന് മുന്നേ there will be an introductory session. ഒരു ഇൻട്രോഡക്ടറി സെഷനും ഉണ്ടാവും. ഈ ഇൻട്രോഡക്ടറി സെഷൻ എന്ന് പറഞ്ഞാൽ just like a verification session where you will be verified with your passport. നിങ്ങളുടെ പാസ്പോർട്ടിലുള്ളതും നിങ്ങളുടെ എക്സാം ബുക്ക് ചെയ്തതും നിങ്ങൾ എങ്ങനെയാണെന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ സെഷനാണ് ആദ്യം നടക്കുക. ആഫ്റ്റർ യു എൻ്റർ ദി റൂം, നിങ്ങൾ ആ റൂമിൽ സ്പീക്കിംഗ് റൂമിലേക്ക് കയറിയതിനു ശേഷം in your introductory session they would be asking you what's your full name. നിങ്ങളുടെ ഫുൾ നെയിം എന്താണെന്ന് ചോദിക്കും. So you have to say your name exactly as is given in your passport. നിങ്ങളുടെ പാസ്പോർട്ടിൽ എങ്ങനെയാണ് പേര് കൊടുത്തത് അതുപോലെ തന്നെ നിങ്ങളുടെ പേര് പറയും. And they might ask you what shall I call you. നിങ്ങളെ എന്ത് വിളിക്കാൻ പറ്റുന്നതായിരിക്കും അവർ രണ്ടാമത് ചോദിക്കുക. So you can shorten your name and say okay, you can ask them to call you anything. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് മാറിക്കൊണ്ട് നിങ്ങൾക്ക് വിളിപ്പിക്കാം. ഓക്കെ. ഇനി മൂന്നാമതായിട്ട് അവർ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇൻട്രോഡക്ടറി സെഷനിൽ അവർ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് where do you come from. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത്. Or it can also be what do you you study or are you working എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആവും. അപ്പോൾ ഈ ഒരു ഇൻട്രോഡക്ടറി സെഷൻ നിങ്ങൾ ഷോർട്ട് ആൻഡ് ആൻസേഴ്സ് അല്ലെങ്കിൽ വളരെ ഷോർട്ടായിട്ടുള്ള എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാത്ത ടൈപ്പ് ആൻസേഴ്സ് കൊടുത്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് ഐ ആം ആസ്ക്ഡ് വാട്ട്സ് മൈ നെയിം, എൻ്റെ പേരെന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഐ ഷുഡ് സേ ആബിദ് മുഖ്താർ എന്ന് പറയാം. And if you ask me what shall I be called, I can say call me Abid. ഇത്ര പറഞ്ഞാൽ മതി. You don't have to explain. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വേറെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ if I am asked where do I come from, I can say I come from Calicut. ഇത്ര മാത്രം പറഞ്ഞാൽ you don't have to explain. Calicut is a beautiful place, no? അല്ലെങ്കിൽ it is in the center part of Kerala, no? ഒന്നും പറയേണ്ട ആവശ്യമില്ല. Okay, you just have to give them short and precise answers in introductory session. Okay, ഇനി പാർട്ട് 1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ they will usually tell us. അവർ എന്തായാലും നമ്മളോട് പറയും, അതായത് I will ask you about so and so topic in part 1. പാർട്ട് 1 നമ്മൾ ഇതിനെ കുറിച്ചായിരിക്കും സംസാരിക്കുക എന്നുള്ളത് അവർ നമുക്ക് കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ തരും. Then you must understand, okay, part 1 has started. Part 1 തുടങ്ങിയത് മനസ്സിലാക്കുക. Okay, and in part 1 they usually talk about your job,
or your studies, or your hometown, your home, or they might talk about internet, or your opinions about some things, uh, about sports, or food, or the weather, or your family. ഇങ്ങനെയുള്ള നിങ്ങളുമായിട്ട് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ടാണ് അവർ സംസാരിക്കുക. ആൻഡ് ദീസ് ക്വസ്റ്റ്യൻസ് ആർ യൂഷ്വലി about your opinions, about different things. ബാക്കി ഒരുപാട് ഡിഫറെന്റ് കാര്യങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് ആയിരിക്കും അവർക്ക് അറിയേണ്ടത് ഇൻ പാർട്ട് 1. ഓക്കെ, അപ്പോൾ പാർട്ട് 1 നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ യു ക്യാൻ ആൻസർ ദി പാർട്ട് 1 ക്വസ്റ്റ്യൻസ് ഇൻ 3 to 5 sentences. 3 to 5 സെന്റൻസ് യൂസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ വൺ ഓഫ് അവർ എയിം ഈസ് for them to evaluate us. നമ്മുടെ ഒരു എയിം ഈ ടെസ്റ്റ് ടേക്കേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഒരു എയിം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം. ഇഫ് യു ഗിവ് ദം ഷോർട്ട് ആൻസേഴ്സ്, വളരെ ഷോർട്ട് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരുന്നു നിങ്ങൾ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഡിസ്ക്രൈബ് യുവർ ഹോം ടൗൺ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് കിട്ടിയത് നമുക്ക്. ആൻഡ് ഐ എം സീയിങ് മൈ പ്ലേസ് ഈസ് കോൾഡ് കാലിക്കറ്റ് ആൻഡ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നുള്ളത് മാത്രം പറഞ്ഞിട്ടാണ് ഞാൻ നിർത്തുന്നതെങ്കിൽ they cannot assess me. അവർക്ക് എന്നെ ശരിക്കും അസസ് ചെയ്യാൻ പറ്റില്ല. I cannot let them know how much English I know. എനിക്ക് എത്രത്തോളം ഇംഗ്ലീഷ് അറിയാമെന്നുള്ളതും എനിക്ക് ഇതിലൂടെ കൺവേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ try to speak more. At least give them 3 to 5 sentences. 3 to 5 sentences കൊടുക്കാൻ ശ്രമിക്കുക. Okay, spend about 20 seconds on one answer. ഒരു ആൻസറിന് തന്നെ ഏകദേശം 20 to 30 seconds ഒക്കെ കൊടുക്കുക. Okay, fine. They might ask you, they dedicate 4 minutes on part 1. നിങ്ങൾ part 1 വേണ്ടിയിട്ട് അവർ 4 minutes ആണ് ഡെഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഈ 4 മിനിറ്റിനുള്ളിൽ ഇഫ് യു ഗിവ് ദം 30 സെക്കൻഡ് ആൻസേഴ്സ്, ഒരു 20 to 30 സെക്കൻഡ് ആൻസേഴ്സും ഒരു 10 സെക്കൻഡ്സ് അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്ന് വെച്ചാൽ they can ask you about 6 to 7 or 8 questions. 6, 7, 8 questions നിങ്ങളോട് ചോദിക്കാൻ പറ്റും in part 1. Okay, fine. And do not get confused when they stop you in between. അവർ നിങ്ങളെ ഇടയ്ക്ക് വെച്ച് നിർത്തുകയാണെങ്കിൽ do not panic അല്ലെങ്കിൽ worry ആവേണ്ട ആവശ്യമില്ല. They are stopping you because they are it's your answer is enough for them. Okay, now speaking part 2, okay, this might be difficult for some for many because you are supposed to speak for 2 minutes in part 2. Part 2, they give you a cue card and they will give you 1 minute to prepare your answers. You answer prepare ഒരു minute തരും. And they will ask you to speak for about 1 to 2 minutes. 1 മുതൽ 2 മിനിറ്റ് വരെ നിങ്ങളോട് സംസാരിക്കാൻ പറയും. Minimum you have to speak for 1 minute. 1 minute എങ്കിലും നിങ്ങൾ സംസാരിക്കണം. ഇനി if you are aiming for a 7+9, ഒരു 7 or 7+ ഒക്കെ നിങ്ങൾ സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ you should at least speak for 1 minute and 40 seconds. Try to speak more. Okay, always try to speak more about everything. Okay, ini ഇവിടെ തന്നെ ഈ ക്യൂ കാർഡിൽ there will be a main question. ഒരു മെയിൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും to describe anything. എന്തെങ്കിലും ഒരു സാധനത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ. For example, it could be describe a pleasant weather you enjoyed. നിങ്ങൾ എൻജോയ് ചെയ്ത ഒരു pleasant weatherനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാവും ചിലപ്പോൾ ചോദിക്കാം. എന്നിട്ട് they will give you some sub questions അല്ലെങ്കിൽ bullet points തരും to help you. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. For example, who was there with you? ആരൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ? Where was it? എവിടെ വെച്ചായിരുന്നു? When was it? Okay, എന്നായിരുന്നു? ഇനി why did you enjoy it? Okay, നിങ്ങൾ എന്തുകൊണ്ട് ഇത് എൻജോയ് ചെയ്തു? Okay, so 3 bullet points ഒരു കൺക്ലൂഡിങ് പോയിന്റും നിങ്ങൾക്ക് നിങ്ങളെ പാർട്ട് 2 കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പോയിന്റ് ആയിരിക്കും ലാസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യു ഡോണ്ട് ഹാവ് ടു സ്ട്രിക്ട്ലി ഫോളോ ദീസ് ബുള്ളറ്റ് പോയിന്റ്സ്. ഈ ബുള്ളറ്റ് പോയിന്റ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മാത്രമാണ്. ഇത് സ്ട്രിക്റ്റ് ആയിട്ടും ഫോളോ ചെയ്യുന്ന കാര്യമല്ല. യു ക്യാൻ എക്സ്പ്ലെയിൻ ആൻ ആൻസർ ഇൻ യുവർ ഓൺ വേ. നിങ്ങളുടേതായിട്ടുള്ള വഴിയിൽ നിങ്ങൾക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകാം. ഓക്കെ, രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ യു ഷുഡ് ഹാവ് എ സ്ട്രാറ്റജി. നിങ്ങളെ കയ്യിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടാവണം. അതായത് ഇപ്പോൾ
as I told you, you don't have to strictly follow the bullet points. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ഐഡിയ നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി വെക്കുക. ആൻഡ് യു ക്യാൻ ഡെവലപ്പ് എനി ഓഫ് യുവർ സ്പീക്കിംഗ് പാർട്ട് ടു ക്വസ്റ്റ്യൻസ് in this way. For example, I usually develop my speaking part to answers in first annual introduction and then I talk about my past experiences about the question about weather. Then I describe what kind of weather it was, and then I give my opinions about this weather, and then I talk about the future. If I will ever see this again, എന്നൊക്കെ ടൈപ്പിൽ ഫ്യൂച്ചറിനെ കുറിച്ചും ഞാൻ സംസാരിക്കും. ഓക്കെ, സോ ഈ ഒരു സ്ട്രക്ചറിൽ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുകയാണെങ്കിൽ യു ഓൾസോ ക്യാൻ സ്പീക്ക് ഫ്ലുവൻലി ഫോർ 2 minutes. 2 മിനിറ്റ് കൊണ്ട് നിർത്താതെ സംസാരിക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഡോണ്ട് ബി വറി ഇഫ് യു cannot conclude in 2 minutes. 2 മിനിറ്റിൽ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും യു ഡോണ്ട് ഹാവ് ടു വറി, because they will stop you. അവരെ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യും, and this will not affect your score. ഇത് നിങ്ങളുടെ മാർക്കിനെ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഫൈൻ. ഇനി another thing you have to be careful of is when you talk about an experience or experience-നെ കുറിച്ച് സംസാരിക്കുമ്പോൾ try to bring your friends or അല്ലെങ്കിൽ നിങ്ങൾ പോയ ഒരു പ്ലേസിനെ കുറിച്ചോ ഒരു പേഴ്സണെ കുറിച്ചോ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പേഴ്സണെ കുറിച്ചോ ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഏത് ആൻസർ ആയാലും അതിലെല്ലാം നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇഫ് യു ക്യാൻ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ടോക്ക് അബൌട്ട് യുവർ ആക്ച്വൽ എക്സ്പീരിയൻസസ്, നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കുക. ഇനി ഇഫ് യു ഡോണ്ട് ഹാവ് എനിത്തിങ് ടു സേ അബൌട്ട് വെദറിനെ കുറിച്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസസ് ഒന്നും പറയാനില്ലെങ്കിൽ യു ക്യാൻ ലൈ, നിങ്ങൾക്ക് നുണ പറയാം. ഇറ്റ്സ് ഓൾസോ അക്സെപ്റ്റബിൾ. നോബഡി വുഡ് കം ആൻഡ് ഫാക്ട് ചെക്ക്. ആരും വന്നിട്ട് ഫാക്ട് ചെക്ക് ഒന്നും ചെയ്യില്ല. ഓക്കെ, ഇനിയിപ്പോ ഇഫ് ദേ ആസ്ക് യു സംതിങ് അബൌട്ട് ടെക്നോളജി ആൻഡ് യു ആർ നോട്ട് ഫ്രം എ ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആളല്ലാതെ നിങ്ങളോട് ഒരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നോക്കാം, you can go negative. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് I don't know anything about this എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആൻസർ കൊടുക്കാം. It's totally acceptable. അതും acceptable ആണ്. You just have to give them 3 or 4 sentences justifying your answer. Why don't you know about technology? നിങ്ങൾക്ക് എന്തുകൊണ്ട് ടെക്നോളജിയെ കുറിച്ച് അറിയില്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ you are justifying your answer. Okay, so don't worry. IELTS is not your subject knowledge ടെസ്റ്റ്. IELTS എന്തല്ല, നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എത്രത്തോളം അറിയാം എന്നുള്ള ഒരു ടെസ്റ്റ് അല്ല. IELTS is purely testing your English. നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് IELTS. So don't worry, don't panic. Everything will be alright. ഇനി നമുക്ക് അവസാനമായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ സ്പീക്കിങ്ങിന്റെ സ്കോറിങ് അല്ലെങ്കിൽ ഇവാലുവേഷൻ നടക്കുന്നത് നോക്കാം. ഓക്കെ, സ്പീക്കിങ്ങിലും നേരത്തെ റൈറ്റിങ്ങിൽ പറഞ്ഞ പോലെ അതേ 4 ക്രൈറ്റീരിയാസ് യൂസ് ചെയ്തിട്ടാണ് ഇവർ നിങ്ങളുടെ ആൻസർ ചെക്ക് ചെയ്യുക. ആദ്യമായിട്ട് അവർ നോക്കുക നിങ്ങളുടെ ടാസ്ക് അച്ചീവ്മെന്റ് ആണ്. ഹൗ മച്ച് ഹാവ് യു ആൻസർഡ് ടു ദ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ചോദിച്ച ചോദ്യത്തിനോടാണോ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അവർ കംപ്ലീറ്റ് ആയിട്ട് നോക്കും. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എവറി ക്വസ്റ്റ്യൻ ബിഫോർ യു ആൻസർ. നിങ്ങൾ ആൻസർ ചെയ്യുന്നതിന് മുന്നേ അവർ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇഫ് യു ഹാവൻ അണ്ടർസ്റ്റുഡ്, നിങ്ങൾക്ക് ഇനി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ദം ടു റിപ്പീറ്റ്. നിങ്ങൾക്ക് അവരോട് റിപ്പീറ്റ് ചെയ്യാൻ പറയാം. എത്ര പ്രാവശ്യം വേണമെങ്കിലും they are ready to repeat. ഓക്കെ, ഇനി രണ്ടാമത് ഉള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് അക്യുറസി. ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് അക്യുറസി ആണ് നേരത്തെ പറഞ്ഞ പോലെ ഹൗ മെനി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഹാവ് യു യൂസ്ഡ്, പിന്നെ ഇതെല്ലാം യൂസ് ചെയ്ത് അക്യുറേറ്റ് ആയിട്ടാണോ എന്നുള്ളതും they will consider. ഇനി മൂന്നാമതുള്ളത് യുവർ കൊഹഷൻ ആൻഡ് coherence, അതായത് how many connectives, അല്ലെങ്കിൽ how connected are your sentences, and അല്ലെങ്കിൽ നിങ്ങളുടെ sentences ഒക്കെ എത്രത്തോളം കണക്റ്റഡ് ആണെന്നും, and how connected are your ideas, നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളതാണ് കൊഹഷൻ ആൻഡ് കോഹറൻസിൽ ഒരു കാര്യമായിട്ട് നോക്കുക. ഇനി നാലാമത് you should always use good vocabulary. നല്ല vocabulary യൂസ് ചെയ്യുക. In speaking good pronunciation, നല്ല pronunciation സംസാരിക്കുക. You would definitely score
a 7 if you do it. ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ you will definitely score a 7. It's never impossible or never difficult to score a 7 if you practice very well. നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് 7 will never be a dream. ഒരു ഡ്രീം മാത്രം ആവില്ല. Okay? Fine. So that's it for today. We can stop the class here, and until next time, bye. Amster, your best immigration partner. Dream to fly? Step to Amster.